അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. The world has enough for everyone's need, but not enough for everyone's greed. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. നമ്മുടെ അത്യാഗ്രഹമാണ് പ്രകൃതിയെ കൊല്ലുന്നത് എന്ന ഗാന്ധി വചനം പുതിയ കാലത്ത് ഇപ്പോഴും പ്രസക്തമാകുന്നുണ്ട്. ആഗോളതലത്തിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർ നിർമ്മിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീകരമുഖത്തെ വരച്ചു കാണിക്കുന്നു. അശ്രദ്ധമായി വലിച്ചെറിയുന്ന മാലിന്യത്തിനും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട്. ഇത്തരം മനുഷ്യനിർമ്മിത മാലിന്യങ്ങൾ മനുഷ്യനെ മാത്രമല്ല സഹജീവികളെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് വസ്തുതയ്ക്കും മീതെയാണ്. കേരളത്തിലെ ദുരന്തങ്ങൾക്ക് കാരണം മറ്റൊന്നല്ല. തമ്പാനൂരിലെ ജോയി മരണം മാലിന്യങ്ങളുടെ മലകൾ കേരളത്തെ എത്രമാത്രം വിഴുങ്ങി എന്നതിന് ഉദാഹരണമാണ്. ഇപ്പോഴും കേരളം വയനാട് ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയതേയുള്ളൂ. അതിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെങ്കിൽ കൂടെ അത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് വേണം പറയാൻ. അതിശക്തമായ നിലക്കാതെ പെയ്ത മഴയാണ് ഉരുൾപൊട്ടലിന് നിദാനമായത്. ശക്തമായ മഴ കാലാവസ്ഥാ വ്യതിയാനം മൂലവും കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനവും അതിന് കാരണം മനുഷ്യനും മാലിന്യങ്ങളുമാണ്. മനുഷ്യൻ ഇവിടെ ജീവിച്ചു എന്നതിന് ഉദാഹരണമായി ഇവിടെ പ്രളയമുണ്ട്, ഇവിടെ കാലാവസ്ഥ വ്യതിയാനമുണ്ട് എന്ന ഉത്തരം മാലിന്യത്തിനെതിരെ ഇവിടെ ഈ കാലയളവിൽ ഉയർന്നു കേട്ട പരിഹാസോന്മുഖമായ എന്നാൽ അത്രമേൽ കാര്യക്ഷമമായ നിലവാരങ്ങളാണ്. സമുദ്രം അന്തരീക്ഷത്തിലെ 25% കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. അതുമൂലം മനുഷ്യർ ഉൾപ്പെടെ നല്ലൊരു ശതമാനം ജീവനുകളെയും സമുദ്രം മാത്രം പരിപാലിക്കുന്നുണ്ട്. ഇന്ന് സമുദ്രത്തിൽ 150 ടണ്ണിനു മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. 2050 മുമ്പേ തന്നെ സമുദ്രത്തിൽ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ മാലിന്യമായി മാറുമെന്ന് പഠനം തെളിയിക്കുന്നു. മലിനീകരണമാണ് ആഗോളതാപനത്തിന് കാരണം. അതിൻ്റെ ക്രമാത്മകമായ ഉയർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാക്കുമെന്നും അത് കാരണം മനുഷ്യർ ഭൂമിയിൽ നിന്നും പതിയെ ഇല്ലാതാകുമെന്നും യഥാർത്ഥത്തിൽ മനുഷ്യർ കൂടെ ഉൾപ്പെടുന്നതാണ് പ്രകൃതി എന്നും പ്രകൃതിയുടെ നിലനിൽപ്പാണ് മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പുമെന്നുമുള്ള ചിന്തയും ബോധ്യപ്പെടുത്തലുകളുമാണ് പ്രകൃതി മലിനീകരണത്തിനെതിരെയുള്ള പരിഹാരമാർഗം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ വേദി 3 ഇന്നത്തെ മത്സരങ്ങൾ സമാപിച്ചു.